നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം വർദ്ധിച്ചു വരുന്ന രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ അവ നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ പ്രമേഹം, അമിത കൊളസ്ട്രോൾ, അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ, ഹൃദയ രോഗ സംബന്ധമായ അസുഖങ്ങൾ, ഫാറ്റി ലിവർ, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നീ പറയുന്ന മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പല മുഖങ്ങളാണ് നമ്മൾ ഇന്ന് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നത്. ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം തന്നെ അമിത ശരീരഭാരം എന്ന ഒരു പ്രാഥമിക പ്രശ്നത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അമിത ശരീരഭാരമുള്ളവരിൽ ഏറ്റവും അധികം നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് കൊഴുപ്പാണ്. അതായത് നാം കഴിക്കുന്ന പോഷകങ്ങളിൽ അത് ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് ശരീരം ചെലവാക്കുകയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിനെ എടുത്തു വയ്ക്കുന്നത് ശരീരത്തിന് അറിയാവുന്ന ഏക വിധം കൊഴുപ്പാക്കിയിട്ട് അതിനെടുത്ത് വെക്കുക എന്നുള്ളതാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 3 അംശങ്ങളാണ് ഉള്ളത്. പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് എന്ന 3 മേജർ ക്ലാസ്സസ് ഓഫ് ന്യൂട്രിയൻസ് ആണ് നാം കഴിക്കുന്നത്. അതിൽ ഏതൊരു അംശമായാലും ശരീരത്തിന് എടുത്തു വെക്കാൻ അറിയുന്നത് അതിനെ കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്തിട്ട് എടുത്തു വെക്കുക എന്നുള്ളതാണ്. നാം മലയാളികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നാം ഏറ്റവും അധികം കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന അംശമാണ്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരെന്ന തന്നെ പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഏഷ്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് റൈസ് അഥവാ അരി ആണ്. വെസ്റ്റിൽ കുറച്ചുകൂടെ വീറ്റാണ്. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും അരിയാണ് ഉപയോഗിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് നാം എന്തുപയോഗിച്ചാലും കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഭക്ഷണാംശം അമിതമായാൽ ശരീരം അതിനെ കൊഴുപ്പാക്കി എടുത്തു വയ്ക്കുന്നു. കൊഴുപ്പാക്കിയിട്ട് നമ്മുടെ ചർമ്മത്തിനടിയിൽ അതുപോലെ പല അവയവങ്ങളിലും ലിവർ, പാൻക്രിയാസ്, മസിൽ, അതുപോലെ വയറിനകത്താണെങ്കിൽ മറ്റുള്ള അവയവങ്ങളുടെ ഇടയിലുള്ള ഫാറ്റായിട്ടൊക്കെ എടുത്തു വയ്ക്കുന്നു. ഈ ഫാറ്റ് എന്ന് പറയുന്നത് ഒരു വെറുതെ ഇനാക്റ്റീവായിട്ട് കിടക്കുന്ന ഫാറ്റ് അല്ല. ഫാറ്റ് ഇസ് വെരി മെറ്റബോളിക്കലി ആക്റ്റീവ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് ഈ എക്സ്ട്രാ ഫാറ്റ്. ഫാറ്റ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമ്മുടെ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ആക്ഷനെ അത് ബാധിക്കുന്നു. ക്രമേണ ഇൻസുലിൻ എത്ര വർധനവ് ഉണ്ടായാലും ശരീരത്തിൽ ആ ഇൻസുലിൻ്റെ ആക്ഷൻ കുറഞ്ഞു വരുന്നതായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നതായിട്ടും നാം കാണുന്നു. അമിത ശരീരഭാരം, എക്സ്ട്രാ കൊഴുപ്പ്, അത് കാരണം ഇൻസുലിൻ്റെ ആക്ഷൻ കുറവ്, അത് കാരണമുള്ള ബാക്കിയുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് ഈ പറഞ്ഞ പ്രമേഹം, അമിത പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ഫാറ്റി ലിവർ എന്നിവയൊക്കെ. ഇൻസുലിൻ്റെ ആക്ഷൻ കുറയുന്നത് കാരണമുള്ള സാംക്രമികമല്ലാത്ത, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്ന് പറയുന്നത് എക്സ്ട്രാ ഫാറ്റ് അഥവാ ഓവർ വെയ്റ്റ് അഥവാ ഒബീസിറ്റി എന്ന് പറയുന്നതാണ്. ഫാസ്റ്റിങ്ങിലുള്ള ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണിയാൽ തീരാത്ത ഗുണങ്ങളാണ് ഫാസ്റ്റിങ്ങിനുള്ളത്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത ടൈമിൽ ഭക്ഷണം കഴിക്കാതെ നിൽക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നോർമലായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. വ്രതാനുഷ്ഠം എന്ന് പറയുന്നത് മോർണിംഗ് ബ്രേക്ക് ഓഫ് ഡോണിന് മുന്നേ വരെ കഴിക്കാം ടിൽ സൺസെറ്റ്. ആ ഒരു സമയത്ത് ഉള്ള എക്സ്ട്രീം കാലറി റെസ്ട്രിക്ഷനാണ് ഫാസ്റ്റിങ്ങിലുള്ളത്. ഈ ഒരു കാലറി റെസ്ട്രിക്ഷനുള്ള ടൈമിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാവിധ പോഷകങ്ങളും ശരീരത്തിന് കൊഴുപ്പിൽ നിന്നും എടുക്കാൻ പറ്റും. ഈ എക്സ്ട്രാ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി, അതുപോലെ ശരീരത്തിൻ്റെ റെസീലിയൻസ് വർദ്ധിക്കുന്നതായിട്ടാണ് സ്റ്റഡീസ് കാണുന്നത്. റെസീലിയൻസ് വർദ്ധിക്കുക എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ എല്ലാവിധ രോഗപ്രതിരോധ ശക്തിയും, അതുപോലെ ശരീരത്തിൽ ഓൾറെഡി ഉള്ള ഡാമേജ് ആയിട്ടുള്ള പല മോളിക്കുലർ ലെവലിൽ നോക്കുകയാണെങ്കിൽ അത് മുതൽ മോളിക്കുലർ അഥവാ ക്രോമോസോമൽ ലെവൽ വെച്ച് നോക്കിയാൽ തന്നെ, അഥവാ ജനറ്റിക് ലെവൽ വെച്ച് നോക്കിയാൽ തന്നെ ഡാമേജ് ആയിട്ടുള്ള സെൽസിനെ നീക്കം ചെയ്യുവാനും പുതിയ ഡാമേജ് ഇല്ലാത്ത പ്രോട്ടീൻസിനെ ഉൽപ്പാദിപ്പിക്കാനുമുള്ള ഒരു സ്റ്റിമുലസ് ആണ് ഫാസ്റ്റിംഗ് നൽകുന്നത്. അതിൻ്റെ എല്ലാവിധ മോളിക്കുലർ മെക്കാനിസംസും ശാസ്ത്രം പഠിച്ചു വരുന്നതേ ഉള്ളൂ, അഥവാ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഡെഫിനറ്റായിട്ടും ഡാമേജ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ നീക്കം ചെയ്യുകയും ഡാമേജ് ആയിട്ടുള്ള സെൽസിനെ നീക്കം ചെയ്യുകയും പുതിയ ഡാമേജ്ഡ് അല്ലാത്ത കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും പ്രോട്ടീൻസിനെ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ എല്ലാവിധ വൈറസുകളിൽ നിന്നും ബാക്ടീരിയയോടും പൊരുതുവാനുള്ള
ശരീരത്തിൻ്റെ ക്ഷമതയെ വർദ്ധിപ്പിക്കുന്നതും ഫാസ്റ്റിങ്ങിൽ നിന്നും ഉണ്ടായിരുന്നതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ വെയ്റ്റ് ലോസ് ആണ് ഈ പറഞ്ഞ എല്ലാവിധ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും, അതുപോലെ ആ അസുഖം കണ്ടുവരുന്നവർക്ക് രോഗത്തിന് ബെറ്റർ കൺട്രോൾ ആയാലും അതിനെ റിവേഴ്സ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത് വെയ്റ്റ് ലോസ് ആണ്. ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം നാം നോൺ ഫാസ്റ്റിംഗ് അവേഴ്സിൽ കാലറീസ് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്ത് ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയ്റ്റ് ലോസും കൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് സെലക്റ്റീവ് കാലറി റെസ്ട്രിക്ഷൻ ആണ് നമുക്ക് ഏറ്റവും അധികം ആരോഗ്യപരമായിട്ടുള്ള കാര്യമായിട്ടുള്ളത്. ഫാസ്റ്റിങ്ങിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, ബെറ്റർ ആയിട്ടുള്ള പ്രോട്ടീൻസ്, അതായത് ഓട്ടോഫേജി എന്ന് പറയുന്ന നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ കെൽപ്പുള്ള പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒപ്പം നാം കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കുകയാണെങ്കിൽ, അതായത് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടുള്ള സമയത്ത് നാം അമിതമായിട്ടുള്ള മധുരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അരി, ഗോതമ്പ്, ഓട്സ്, ചോളം എന്നിവയെല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന ഇനത്തിൽപ്പെടും. അവ ഡൈജസ്റ്റ് ആയതിനു ശേഷം സിമ്പിളായിട്ടുള്ള ഷുഗേഴ്സായി മാറും നമ്മുടെ ശരീരത്തിൽ. അത് കൂടാതെ പഞ്ചസാര, സൂക്രോസ് എന്ന് പറയുന്ന ഒരു മധുരമാണ് പഞ്ചസാരയിലുള്ളത്. പാലിൽ ലാക്ടോസ് എന്ന് പറഞ്ഞൊരു മധുരമുണ്ട്. അത് കൂടാതെ പ്രോട്ടീനും ഫാറ്റും ഉണ്ട്. പക്ഷേ ലാക്ടോസ് എന്ന മധുരമാണ് പാലിലുള്ളത്. പിന്നെ ഫ്രൂട്ട്സിനകത്ത് ഫ്രക്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷുഗറാണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഷുഗേഴ്സും കാർബോഹൈഡ്രേറ്റ് ആണ്. അതുകൂടാതെ ഭൂമിക്കടിയിൽ വളരുന്ന ഒട്ടുമിക്ക കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതായത് ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും, ക്യാരറ്റ്, ബീട്രൂട്ട്, അതിലൊക്കെ മെജോറിറ്റി കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് കോംപ്ലക്സ് സ്റ്റാർച്ച് എന്ന ഫോമിലാണ്. അത് ഡൈജസ്റ്റ് ആയതിനു ശേഷം സിമ്പിളായിട്ടുള്ള ഷുഗേഴ്സാണ് നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓവർ ദ കൗണ്ടർ വാങ്ങുന്ന ഏതൊരു പ്രോഡക്റ്റ്, നിങ്ങളിപ്പം ബേക്കറി സാധനങ്ങൾ എന്തൊക്കെ എടുത്ത് നോക്കിയാലും ഒന്നുകിൽ ഈ പറഞ്ഞ വീറ്റ് അല്ലെങ്കിൽ റൈസ് ആയിരിക്കും അതിൻ്റെ റോ മെറ്റീരിയൽ. അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നത് എക്സ്ട്രാ ആയിട്ടുള്ളത് ഫ്രക്ടോസ് പോലുള്ള ഷുഗേഴ്സാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ചിപ്സ് പോലുള്ള സാധനങ്ങൾ എടുത്ത് നോക്കിയാലും എല്ലാം തന്നെ ഈ പറഞ്ഞ ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. എല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അതിപ്രസരണമാണ്. ഓവർ ദ കൗണ്ടറായിട്ട് നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന പലവിധ ബേക്കറി സാധനങ്ങളും, അഥവാ പിസ്സ, നൂഡിൽസ്, പാസ്റ്റ, ഇങ്ങനെയുള്ള എല്ലാ ബിസ്ക്കറ്റ്, ബ്രെഡ്, ബണ്ണ് ഒക്കെ എല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന അംശജം നമ്മൾക്ക് സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്നും കുറച്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ഷൻ, അതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റമദാൻ വ്രതാനിഷ്ഠ കാലത്ത് നമുക്ക് അതിൻ്റെ സ്പിരിച്വലായിട്ടുള്ള ബെനിഫിറ്റ് കൂടാതെ അതിൻ്റെ മെഡിക്കലായിട്ടുള്ള, അഥവാ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്നും മുക്തി നേടാനും വേണ്ടിയിട്ടുള്ള ഒരു ആയുധം കൂടിയാണ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടേമിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെയ്റ്റ് ലോസ് ആണ് നമ്മുടെ എയിം. പല വിധത്തിൽ വെയ്റ്റ് ലോസിനെ അപ്രോച്ച് ചെയ്യാറുമുണ്ട് ആളുകൾ. എക്സ്ട്രീം കാലറി റെസ്ട്രിക്ഷൻ, അതായത് വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിച്ചിട്ട് കൊണ്ടുള്ള ഡയറ്റ്സ് പലരും ചെയ്യാറുള്ളത്. പ്രോട്ടീൻ ഷേക്ക് അഥവാ റെഡിമെയ്ഡായിട്ടുള്ള പാക്കറ്റ്സിൽ പൗഡേഴ്സ് എടുത്തിട്ട് അത് ഒരു നിശ്ചിത കാലറി അളവ്, അതായത് 800 കാലറിയൊക്കെ ഒരു ദിവസത്തേക്കുള്ള ഒരു പ്രോട്ടീൻ മിക്സ്ചർ ആയിരിക്കും. അത് പൗഡർ ആയിരിക്കും. അത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു ദിവസത്തേക്ക് ഒരു 800 കാലറി അല്ലെങ്കിൽ 1000 കാലറിയിൽ താഴെ ഇൻടേക്ക് വെച്ചിട്ടുള്ള എക്സ്ട്രീം കാലറി റെസ്ട്രിക്ഷൻ ട്രൈ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കീറ്റോജനിക് ഡയറ്റ്, അതായത് കാർബോഹൈഡ്രേറ്റ്സ് തീരെ തന്നെ ഇല്ലാത്ത വിധത്തിലുള്ള ഡയറ്റ്. അപ്പോൾ ഒന്നുകിൽ കീറ്റോജനിക് ഡയറ്റ്, അല്ലെങ്കിൽ എക്സ്ട്രീം കാലറി റെസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇതിൽ എക്സ്ട്രീം കാലറി റെസ്ട്രിക്ഷൻ അഥവാ കീറ്റോജനിക് ഡയറ്റ് എന്നിവ ലോങ് ടേമിലേക്ക് പ്രാക്ടിക്കൽ എത്രത്തോളം ആവും എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി എക്സ്ട്രീം കാലറി റെസ്ട്രിക്ഷൻ ഏതാനും ആഴ്ചകൾ അല്ലെങ്കിൽ മാസങ്ങളല്ലാതെ അധിക നാൾ മനുഷ്യന് യൂഷ്വലി ചെയ്യാൻ പറ്റില്ല.
കീറ്റോജനിക് ഡയറ്റ് വളരെ ചുരുക്കം ചില ആളുകൾ ലോങ് ടേമിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും ലോങ് ടേമിലേക്ക് കീറ്റോജനിക് ഡയറ്റും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. എന്നാൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ലോങ് ടേമിലേക്ക് പ്രാക്ടിക്കലൈസ് ചെയ്യാവുന്ന ഒരു വെയ്റ്റ് ലോസ് അഥവാ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. ഈ ഒരു മാസം മാത്രമല്ല, നമുക്ക് അതിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിലുള്ള 11 മാസത്തേക്കും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ഷൻ എന്നുള്ളത്. അത് നമ്മുടെ പലവിധ അസുഖങ്ങളെയും വരാതെ നോക്കുവാനും ഉള്ളവയെ കൺട്രോളിലേക്ക് വരുത്തുവാനും സഹായിക്കുന്ന ഒരു വളരെ ഉത്തമമായിട്ടുള്ള ഒരു ജീവിത ശൈലിയുമാണ്. പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് വ്രതാനുഷ്ഠ കാലത്ത് വെള്ളത്തിനെക്കുറിച്ചുള്ള നമ്മുടെ ഇൻടേക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വരുന്ന നോമ്പ് കാലത്ത് വെള്ളം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെള്ളത്തിൻ്റെ റെസ്ട്രിക്ഷനാണ് ഭക്ഷണത്തിനേക്കാളും മനുഷ്യനെ തളർത്തുന്ന ഒരു കാര്യവും. പലപ്പോഴും മറ്റുള്ള അസുഖങ്ങളുള്ളവരിൽ, ഇപ്പം പ്രമേഹം അഥവാ പ്രഷർ, ഹാർട്ടിൻ്റെ അസുഖം, കിഡ്നിയുടെ അസുഖം എന്നിവരുള്ളവരിലൊക്കെ തന്നെ ജലാംശം കുറഞ്ഞു പോകുന്നത് അഥവാ നിർജ്ജലീകരണം സംഭവിക്കുന്നതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടും കാണുന്നത്. നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ബോഡി ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ഫ്ലൂയിഡ്സ് കൺസേർവ് ചെയ്യാനുള്ള ഫങ്ഷൻ ബോഡിക്കുണ്ട്. നമ്മുടെ വാട്ടർ ഇൻടേക്ക് കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിഡ്നീസ് പ്രവർത്തിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ജലം റീറ്റെയിൻ ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ പുറമേ വെയിലത്ത് ജോലി എടുക്കുന്നവർ നോമ്പ് നോൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒന്ന്, ഓവറായിട്ടുള്ള ഡീഹൈഡ്രേറ്റിംഗ് കണ്ടീഷൻസിൽ ജോലി ചെയ്യാതെ അഥവാ പ്രൊലോങ്ഡ് ആയിട്ട് സൺ എക്സ്പോഷർ വരാതെ നോക്കണം. നോമ്പ് കാലത്ത് നമുക്ക് എത്ര പറ്റുമോ നോമ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം. ഒരു മിനിമം എന്നുള്ള ലെവലിൽ പറയുകയാണെങ്കിൽ 2 ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം. നാം സാധാരണ ഭക്ഷണം കഴിക്കുന്നതിന് ശേഷമാണ് ഞാൻ യൂഷ്വലി വെള്ളം കഴിക്കാൻ അഡ്വൈസ് ചെയ്യുക. നമ്മുടെ ഡൈജഷൻ ആവശ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇതാണ് ഗാസ്ട്രിക് ആസിഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഡൈജഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഗാസ്ട്രിക് ആസിഡ് ഉൽപ്പാദനം നടക്കുന്നത്. ആസിഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് വെരി ലോ pH ഉള്ള ഒരു ആസിഡാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ ശരീരം സ്റ്റമക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ആദ്യമേ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആപ്പറ്റൈറ്റിനെ അഥവാ ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം കുടിക്കേണ്ടത് നമുക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അതായത് ഒരു 15 അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ്. നോമ്പ് കാലത്ത് നാച്ചുറലായിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ ഉള്ള സമയത്ത് വെള്ളവും അതിൻ്റെ ഒപ്പം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് മതി വെള്ളം കുടിക്കുന്നത്. എന്നിരുന്നാലും രാത്രി നമുക്ക് ഉള്ള സമയത്ത് ഏത് സമയത്തും വെള്ളം എക്സ്ട്രാ ആയിട്ട് കഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നോമ്പിൻ്റെ സമയത്ത് മിനിമം 2 ലിറ്റേഴ്സ്, പറ്റുമെങ്കിൽ 3.5 ലിറ്റേഴ്സ് വരെ ഫ്ലൂയിഡ് ഡെയിലി കഴിക്കണം, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്.